ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് ആദ്യം ഈ ബീഫ് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിക്കാൻ വെക്കുന്നുണ്ട്. ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട്. ചെറിയ ഉള്ളി കൂടുതലായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കുറച്ച് ചെറിയ ഉള്ളി, ഇത് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം. ഇതിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഇനി ഈ വെന്ത ബീഫ് ചെറുങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം അതിന് ഒരു കോഴിമുട്ട, കുറച്ച് മല്ലിപ്പൊടി, ഈ അരച്ച് വെച്ചിട്ടുള്ളത് കൂടി ചേർക്കുക. നല്ലോണം മിക്സ് ആക്കുക. ഇതിൻ്റെ അകത്ത് ബീഫ് പീസ് മാത്രം ഊറ്റിയിടുക. സ്റ്റോക്ക് അവിടെ എടുത്തു വെക്കണം, നമുക്ക് പിന്നെ അത് ആവശ്യമുണ്ട്. നല്ലോണം മിക്സ് ആക്കുക. ഇത് നല്ല ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെന്ത ബീഫായിട്ട് ചെറുങ്ങനെ പൊരിച്ചാൽ മതി. ഇങ്ങനെയായാൽ മതി. ഇനി ഞാൻ ഇത് ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. ഈ പൊരിക്കുന്നതിനൊക്കെ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ആയതല്ലേ. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിടുക. ഈ ഉള്ളി ചെറുതാക്കി മുറിച്ചതാണ്, അത് ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ബീഫ് സ്റ്റോക്ക് ഇല്ലേ, അത് ഒഴിക്കുക. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മീറ്റ് മസാല ഇടുക. കുറച്ച് മതി, പെരുംജീരകമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ബീഫ് ഇതിലേക്ക് ഇടുക. ഇനി ഇതൊന്ന് നല്ലോണം വറ്റി വരണ്ട് വരണം. ഇത് ഇങ്ങനെ വറ്റിയാൽ മതി. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ചൂടിൽ നിന്നിട്ട് ഒന്നും കൂടി വറ്റും. ഇനി ഇതിൻ്റെ മേത്തിട്ട് കുറച്ച് പച്ചമുളക് ഇടുക, കുറച്ച് കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് ഓഫാക്കി ഇടുക. ഈ ചൂട് തന്നെ ഉണ്ടായിക്കോളും. ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചെറുനാരങ്ങേൻ്റെ നീരൊറ്റിക്കണം. ഇതിൽ അവസാനം